ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ദേ ഇന്ന് നമ്മൾ ഏത് വ്ളോഗ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത്ര ലേറ്റ് ആയത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എനിക്ക് കുറച്ച് സൂക്കേടും കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ഈദ് വ്ളോഗ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ അതാ ഇതിൻ്റെ അന്ന് തന്നെ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് നമ്മളെ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. കുറച്ച് ഉറക്കം എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ എണീറ്റു. എനിക്ക് അന്നേ വയ്യ കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ പലഹാരമായിട്ട് ഒരുപാടൊന്നും ഉണ്ടായില്ല. മുട്ട മറിച്ചത് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നൈസ് പത്തിരിയും അതേപോലെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ എല്ലാവരും കുളിച്ച് മാറ്റി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ജിദ്ദാൻ ഇതാ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ജിദ്ദാനെ കൂട്ടാണ്ട് അയാൾ മാത്രം പോയിട്ടോ പള്ളിയിലേക്ക്. ജിദ്ദാൻ പോകാനായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോഴേക്ക് ഞാൻ പോയി കുളിച്ചു വന്ന്. ഇതാണ് കേട്ടോ എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടാകുന്നുള്ള കോടി. അങ്ങനെ ഇത് ഞാൻ ഇട്ടു. പക്ഷെ ഇതിൽ എനിക്ക് ചെറിയൊരു പണി വന്നിട്ടുണ്ട്, വേറൊന്നുമല്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാണ്ട് കുത്തലായിരുന്നു കേട്ടോ. കുത്തൽ എന്ന് വെച്ചാൽ വല്ലാത്ത കുത്തൽ, എനിക്കിത് സഹിക്കാൻ വേണ്ടി പറ്റണില്ലായിരുന്നു. ഒട്ടും തന്നെ കംഫർട്ടബിൾ ആയിരുന്നില്ല കേട്ടോ. അങ്ങനെ വേഗം നമ്മൾ മൂന്നാളും നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും പള്ളിയിൽ പോയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈദ് മുബാറക്ക് ഒക്കെ വിഷ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഞാനും ഉമ്മയും എല്ലാവരും വിഷ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഈദ് മുബാറക്ക് എന്നാരും തെറി വിളിക്കരുത് കേട്ടോ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ നമ്മൾ നെയ്സ് പച്ചടിയും അതുപോലെ ചിക്കൻ കറിയും കഴിച്ചു. പിന്നെ ഇതാ ഉസ്മാൻ വന്നിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ വന്നത്. അങ്ങനെ എല്ലാവരും ഈദ് മുബാറക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ നൈസ് പത്തിരിയും ചിക്കൻ കറിയും ഉസ്മാനിക്ക് കൊടുത്തു. ഉസ്മാനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ നൈസ് പത്തിരി. അപ്പോൾ നൈസ് പത്തിരി എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് വെറുപ്പിച്ചുകൊണ്ട് ഇന്ന് അവസാനം പറഞ്ഞ അടിപൊളിയാണെന്ന്. അപ്പോൾ നൈസ് പത്തിരി അടിപൊളിയാണ്, കഴിക്കാൻ സമ്മതിക്കാണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേഗം ബീഫ് ബിരിയാണീൻ്റെ പണിയൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. ഇപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾ എന്താ ഇരിക്കാത്തതെന്ന്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഉപ്പയും അതേപോലെ ഇക്കാക്കയും ഉസ്മാനും നാളെങ്കിയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇരിക്കുക കേട്ടോ. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഡ്രസ്സ് നൈസായിട്ട് മാറ്റി കേട്ടോ. എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ആ ഡ്രസ്സ്. പിന്നെ ഞാനൊരു നൈറ്റി എടുത്ത് അങ്ങോട്ട് ഇട്ടു. ആഹാ, എന്തൊരു സുഖമാണെന്ന് അറിയോ. പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു കേട്ടോ. പെട്ടെന്നുണ്ടായതാണ്. അപ്പോൾ നമ്മളെല്ലാവരും വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോവാൻ വേണ്ടി നമ്മളെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഒരുങ്ങി കേട്ടോ. പിന്നെ ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിയതാണ്. ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നിപ്പോൾ ഫോട്ടോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നാളെ പെരുന്നാളിന് ഡ്രസ്സ് ഇടാന്നുള്ളത്. അങ്ങനെ ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടിട്ട് നമ്മളെല്ലാവരും കൂടി 2 കാറിലായിട്ടാണ് പോണത്. കാരണം ഒരു കാറിൽ എല്ലാവരും കൂടി ഒക്കില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ വയനാട്ടിലേക്കാണ്. വയനാട് എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ അത് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ കുറേ ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയത്. സംഭവം വേറെ ഒന്നുമല്ല, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ നയറയിൽ കയറിയിട്ട് ഒന്ന് എന്താ പറയുക ബാത്റൂമിലൊക്കെ പോയി സെറ്റായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ യാത്ര ആരംഭിക്കുകയാണ് ഗൈസ്. പിന്നെ എൻ്റെ സൗണ്ടിന് നല്ല മാറ്റമുണ്ട്, എനിക്കറിയാം. പിന്നെ എൻ്റെ നാവിലാണെങ്കിൽ പുണ്ണ് വന്നിട്ടുണ്ട്. എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇനിയും നേരെ വൈകിട്ട് ഇത് വ്ളോഗ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇടുന്നത് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടല്ലോ ബീഫ് ബിരിയാണി, അത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നമ്മൾ പോണ വഴിക്ക് ഒരു കടയുടെ മുന്നിൽ ഇരുന്നിട്ട് തിന്നു. വീട്ടിൽ ഫുഡ് ഉണ്ടാകുമ്പോൾ വെറുതെ നമ്മൾ ഹോട്ടലുകാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചുകൂടെ യാത്ര ചെയ്ത് അതിനുശേഷം ഒരു ചായയൊക്കെ എല്ലാവരും കുടിച്ചു. ഉമ്മക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. ഉമ്മനെ നമ്മൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോയതാണ്. ഉപ്പനെ കുറേ വിളിച്ചു, പക്ഷെ ഉപ്പ വന്നില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ഉപ്പക്ക് ഇങ്ങനെ ട്രിപ്പ് പോകുന്നതൊന്നും വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. കുറേ വിളിച്ചു, പക്ഷെ ഉപ്പ വരില്ല എന്ന് നിർബന്ധം പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഓക്കെ എന്നാൽ നമ്മൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഉപ്പ പറഞ്ഞു എന്നാൽ പോയിട്ട് വരാൻ. അങ്ങനെ നമ്മളിത് അവിടെ മുത്തങ്ങ ഒരു റിസോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു സ്റ്റേക്കേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ആ മറ്റേ ഷോക്ക് അടിക്കുന്ന കമ്പി ഉണ്ടല്ലോ, അതൊക്കെ താഴ്ത്തിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളിത് ആ റൂമിലെത്തി. നല്ല റൂമൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാണ് റൂം വന്നിട്ട്. നല്ല നീറ്റായിരുന്നു കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ നല്ലതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പട്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഞാനുണ്ട് ഇവിടെ ഗൈസ്. പിന്നെ മിറർ കണ്ടാൽ പിന്നെ നിർബന്ധം ലൈറ്റ് ഇടുന്നു, കുറച്ച് എന്താ പറയുക പോസ് ചെയ്യണു. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇവിടെ കെറ്റിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കെറ്റിൽ കണ്ടാൽ എന്തായാലും ചായ കുടിക്കുക നിർബന്ധം അങ്ങനെ ചായ കുടിച്ചു. പിന്നെ അതേ പുറത്തത്തെ വ്യൂ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമുക്ക്
രാവിലെ കുളിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ലേറ്റ് ആയിട്ടോ, അല്ലെങ്കിൽ രാത്രി തന്നെ കുളിക്കായിരുന്നു. സ്വിമ്മിംഗ് പൂളാണ് എൻ്റെ ഒരു മെയിൻ സംഭവം. ഹാ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളെ റൂമിൻ്റെ ബാക്കിലൊരു ബാൽക്കണി ഉണ്ട്. അത് തുറന്നപ്പോൾ അതിൻ്റെ ബാക്കിലും ഫുള്ള് ഗാർഡാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരാൾക്ക് ഘോഷിയാണ് ഗായ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ് ആപ്പാൻ്റെ കൂടെ. പിന്നെ ഇതാ നമ്മൾ കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ ഡോറ് തുറന്നപ്പോൾ ഗായ്സ് ഇതേപോലെ നല്ല മഞ്ഞായിരുന്നു. ഇവിടെ കാണിക്കേ, ഓക്കെ, മഞ്ഞല്ല, സോറി, കോട ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളേക്ക് നല്ല കുട്ടി നേരത്തെ എണീറ്റ് കോടയൊക്കെ കാണിച്ചിരുന്നുണ്ടല്ലോ. സംഭവം അങ്ങനെയല്ല, ഉസ്മാനെ വിളിച്ച് എണീപ്പിച്ചിട്ടാണ് ഞാൻ എണീച്ചത്. ഉസ്മാൻ ഇതവിടെ താഴെയുണ്ട്, അതേപോലെ ചാച്ചും താഴെയുണ്ട്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ രാവിലെ കിട്ടിയത്. അങ്ങനെ ഇവർ രണ്ടാളും എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫുള്ളായിട്ട് ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ രാത്രിയാണല്ലോ കയറി വന്നത്, അപ്പോൾ ഒന്നും കാണാൻ വേണ്ടിയൊക്കെ പറ്റിയിട്ടില്ല. ബാക്കിൽ നല്ല കൊടുങ്കാടാണ്. ഇവിടെയൊക്കെ ആന ഇറങ്ങലുണ്ട് കേട്ടോ, നമ്മളോട് ഇവിടെയുള്ള ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് താഴെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചായ കുടിക്കുകയാണ്. ചായക്ക് വന്നിട്ട് പുട്ട്, ഉപ്പുമാവ്, കടലക്കറി, പഴം, ബ്രെഡ്, ജാമ്, പിന്നെ അതേപോലെ തന്നെ വത്തക്ക ഉണ്ടായിരുന്നു. ഗൈസ്, വത്തക്ക എന്തിനാ കൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് സത്യമായിട്ടും അറിയില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അപ്പം നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ജലദോഷവും നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നോക്കാണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നത്, അത് വേറെ കാര്യം. പിന്നെ ഇതുപോലത്തെ എന്താ പറയുക സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കല്ലേ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ചായ കുടിച്ചതിന് ശേഷം ഒന്നും നോക്കിയില്ല, നമ്മൾ വെള്ളത്തിലോട്ട് അങ്ങോട്ട് ചാടി. പിന്നെ ഇവിടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ടോട്ടൽ നമ്മൾ 2 ഫാമിലി ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാവരും പെരുന്നാളിൻ്റെ പിറ്റേന്നൊക്കെ വരാമെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെ വന്നു. അതന്നെ നമുക്ക് റൂം കിട്ടുന്നോ റിസോർട്ട് സെറ്റ് ആവുന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല. ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയിട്ട് ഓരോരുത്തരെ വിളിച്ച് നോക്കിയതാണ്. അങ്ങനെ നമുക്കിവിടെ സെറ്റ് ആയതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് വെള്ളത്തിൽ. സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ എനിക്ക് ഭ്രാന്താണ് ഗൈസ്, ഞാൻ പെട്ടെന്നൊന്നും കയറൂല. അപ്പോൾ എല്ലാവരും അർമാദിക്കുകയാണ്, മാഷാ അല്ലാഹ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ചെത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി പുറപ്പെടുകയാണ് തിരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ 2 കാറിലായിട്ട് വീണ്ടും പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കുറേ ഹോട്ടലിൽ നിർത്തിയെങ്കിലും അവിടേക്ക് ഹലാക്കില്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയി ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചു. കുറേ ആൾക്കാർ കുഴിമന്തി കഴിച്ചു, കുറേ ആൾക്കാർ എന്താ പറയുക അൽഫാമും അതേപോലെ തന്നെ ഷവായൊക്കെ കഴിച്ചു. അതിനൊക്കെ കഴിച്ചു നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് തീരെ പ്രതീക്ഷിക്കാണ്ട് ഒരു സംഭവം കണ്ടത്. വേറെ ഒന്നല്ല, സൂര്യകാന്തിയുടെ തോട്ടം. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അവിടെയൊക്കെ പോയിട്ട് ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം. പിന്നെ മെയിനായിട്ട് ഉമ്മയും അതേപോലെ ചാച്ചുവും ഇതേപോലെ ട്രിപ്പൊന്നും പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ അവരെ ഒന്ന് എന്താ പറയുക സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ മൈൻഡേ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആ ഫോട്ടോസൊക്കെയാണ് നിങ്ങൾ തമ്പിൽ കാണുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നും പോകുന്ന സമയത്താണ് ഈ ഒരു സംഭവം വയനാട്ടിൽ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കയറിയതിൻ്റെ മെയിൻ ഉദ്ദേശം ഇവരാണ് കേസ്, ഇവരെ ഒന്ന് കാണണമെന്ന് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ ഏറ്റവും അറ്റത്താണ് കേട്ടോ, ഈ അറ്റത്താണ് മൊത്തം ജനക്കൂട്ടം ഉള്ളത്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എങ്ങനെയൊക്കെയോ എടുത്തു. പിന്നെ ഞാൻ വീഡിയോയിൽ കണ്ട മാതിരി തന്നെ ഒരു വായിക്കൂടിയ ലൗച്ചിനൊക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഒരു ശ്വാസം വിടാൻ വേണ്ടി കുറേ നേരം മേലെ പോയി നിൽക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒരു ശ്വാസം വിട്ടിട്ടാണ് പിന്നെ ഈ ഇടയ്ക്ക് ഒന്ന് 2 മിനിറ്റ് വന്നിട്ട് 2 ലൗച്ചിനും തന്നിട്ട് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ VR-ൻ്റെ ഈ സംഭവം കണ്ടത്. ഇതിൻ്റെ കറക്റ്റ് സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. ഉസ്മാനിക്കാണ് അറിയാം. ഉസ്മാൻ ഇങ്ങനെ പറയലുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന്. അങ്ങനെ ഉസ്മാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു, മറ്റേ റോളർ കോസ്റ്ററിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോണതാണ് കണ്ടത് എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ചാച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു, ഉമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അളിയെങ്കിലും അതേപോലെ ഇത്താത്തയും ഉസ്മാനും കൂടി കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഒരുമിച്ച് കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ രണ്ടും 2 ട്രിപ്പിലായിപ്പോയി ഗൈസ്. അങ്ങനെ നമ്മൾ ഇതിന് മുകളിലെത്തി കറങ്ങി അവസാനം താഴെ എത്തി. പിന്നെ നമ്മൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്നായിരുന്നു തീരുമാനം. പക്ഷെ പോകുന്ന എല്ലാ ഹോട്ടലിലും ഭയങ്കര തിരക്കായിരുന്നു, പെരുന്നാൾ പിറ്റേന്ന് ആയതുകൊണ്ടാവാം. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ എന്നാൽ അടുത്ത ഹോട്ടലിൽ കയറാം. അങ്ങനെ കയറാമെന്ന് വിചാരിച്ച് അവസാനം നമ്മൾ കാട്ടിൽപ്പടി എത്തിയിട്ട് അവിടെ നിന്ന് ഒരു ബന്നും ചായയും കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മളെ ഇത് വ്ളോഗ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായാലും ഒരു ലവ് ഹാർട്ട് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാതിരിക്കും. ബൈ ബൈ, സീ യു, ലവ് യു.